ഒരാഘോഷത്തിനും തന്റെ വീട്ടിലേക്ക് എത്തി നോക്കാത്ത സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ട് പുനലൂർക്ക് പോവാണ് അലീന. അവതക്കുട്ടിക്കും അത് വലിയ സന്തോഷമായിരുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. ഇതുവരേക്കും സ്റ്റാൻലി അങ്ങനെ ഒരു ചടങ്ങിലും പങ്കെടുത്തിട്ടില്ല. ആ സ്റ്റാൻലിയും കുട്ടി മകള് വരുന്നെന്നറിഞ്ഞ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അടിയും കലഹവും ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പോഴാണ് അലീനെ സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പുനലൂർക്ക് അലീനയും സ്റ്റാൻലിയും അവതക്കുട്ടിയും എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ജോൺ പോൾ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുറികളെല്ലാം ഓടി ആൻറ്റി വന്നേ അല്ലാൻറ്റി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവന് ആഹ്ലാദം അടക്കാൻ കഴിയുന്നില്ലായിരുന്നു. റോബർട്ടിനോടും ആൻസിയോടും മറിയക്കുട്ടിയോടും കുശലാന്വേഷണം നടത്തിയ ശേഷം അലീന ഷെറിന്റെ റൂമിലേക്ക് ചെന്നു. ഷെറിൻ മേശയ്ക്ക് മുമ്പിൽ ഒരു ആൽബം മറിച്ച് നോക്കുകയായിരുന്നു. ആരുടെയോ കാൽപെരുമാറ്റവും കേട്ടപ്പോൾ അത് അവളെ പുറകിൽ മറച്ചു പിടിച്ചു. ആൻറ്റി എന്ത് ചെയ്യുകയാ? ഒന്നും ചെയ്യുന്നില്ലെന്ന മട്ടിൽ അവൾ തലവെട്ടിച്ചു. എന്നെ കണ്ടപ്പോ എന്താ ഒളിച്ചു പിടിച്ചത്? ഒന്നുമില്ല. എന്തോ ഒന്ന് ഞാൻ കണ്ടു. ഇല്ല, ശരി കണ്ടില്ല. അലിനെ സമ്മതിച്ചു. അവൾ ഷെറിന്റെ അടുത്ത് ചെന്നു. സുഖമാണോ റാണി ആണ്ടിക്ക്? ഷെറിനെ വിളിക്കുന്നത് റാണി എന്നാണ് കേട്ടോ. പൊടുന്നനെ ഷെറിൻ പിന്നിൽ നിന്ന് കൈ വലിച്ചെടുത്ത് കയ്യിലിരുന്ന ആൽബം കൊണ്ട് അലീനയുടെ തലയ്ക്ക് തന്നെ ഒരടി അടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്രമണമായതിനാൽ അലീന ഞെട്ടിപ്പോയി. അടിക്ക് ശക്തിയുണ്ടായിരുന്നു. അവളുടെ പ്രജ്ഞയെ മടങ്ങുകയും കണ്ണു നിറയുകയും ചെയ്തു. എല്ലാം 3-4 നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഷെറിന്റെ ചൂണ്ടുവിരൽ അലീനയുടെ മുഖത്തിന് നേർക്ക് നീണ്ടു നിന്നു. കള്ളി, നോണച്ചി. അവൾ അലീനയുടെ നേർക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്. എന്റെ മോളെ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? അലീനയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടമായിട്ടോ. അലീന അവളുടെ ചൂണ്ടിയ വിരലിൽ പിടിച്ചു. മറ്റേ കൈയുടെ തോളിലും പിടിച്ചു. അതിനാണോ അടിച്ചത്? അവൾ ചോദിച്ചു. അതെ. അടിച്ചപ്പോ എന്നുള്ള ദേഷ്യം തീർന്നോ? ഇല്ല, ഇനിയും ദേഷ്യമുണ്ട്. എന്നാൽ ഇനിയും അടച്ചോ. ദേഷ്യം തീർന്നത് വരെ. ഷെറിൻ വീണ്ടും അടിക്കാൻ കൈ വാങ്ങി. അലീന നിന്നു കൊടുത്തു. അല്ലെങ്കിൽ വേണ്ട. ഷെറിൻ കൈ താത്തിട്ടോ. അടിച്ചോ, ദേഷ്യം തീരട്ടെ. എത്ര അടിച്ചാലും ദേഷ്യം തീരില്ല. എന്നെ പറ്റിച്ചില്ലേ? എന്റെ മോളെ കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നോ? അത് 1-2 ആഴ്ച കൊണ്ട് നടക്കുന്ന കാര്യമാണോ? മോൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സമയം വേണ്ടേ? അല്ലെങ്കിൽ റാണി ആന്റി പറഞ്ഞു തരണം മോൾ ഏത് ഓർഫനേജിലായിരുന്നു എന്ന്. അവിടെ ഇല്ല. ഷെറിൻ വിഷാദത്തോടെ പറഞ്ഞു കേട്ടോ. സാരയില്ല, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അലീന അവളുടെ തോളത്തൂടി കൈയിട്ട് മെല്ലെ നടത്തി കട്ടിലിൽ കൊണ്ടുവന്ന് നിർത്തി. അവളുടെ കയ്യിലിരുന്ന ഫോട്ടോ ആൽബം നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് ഏതാണ് ഈ ആൽബം? എന്നെ കാണിക്കോ? കാണിക്കാം. ആരോടും പറയരുത്. പറഞ്ഞാൽ എന്താ? അയ്യോ പറയല്ലേ. ഡയറിയുടെ വലിപ്പത്തിലുള്ള ആൽബം ഷെറിൻ തുറന്നു കാണിച്ചു. അവൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഫോട്ടോഗ്രാഫുകളായിരുന്നു അതിനുള്ളിൽ അടുക്കിയിരുന്നത്. കുട്ടിക്കാലത്തെ ചില പടങ്ങൾ, സ്കൂളിൽ പഠിച്ചു വരുന്നപ്പോഴത്തെ ചിത്രങ്ങൾ, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കൂട്ടുകാരുമൊത്തുള്ള ഫോട്ടോഗ്രാഫുകൾ, പിന്നീടുള്ള പേജുകൾ കണ്ട ചിത്രങ്ങൾ അലീനയെ ഞെട്ടിച്ചു കളഞ്ഞിട്ടോ. അവയെല്ലാം ജോമോന്റെ ഫോട്ടോഗ്രാഫുകളായിരുന്നു. അലീന മാമച്ചന്റെ വീട്ടിൽ വെച്ച് ജോമോന്റെ ഫോട്ടോ ധാരാളം കണ്ടുള്ളതിനാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ജോമോനും ഷെറിനും കൂടി നിൽക്കുന്ന ചില പടങ്ങളുണ്ടായിരുന്നു. ഇതാരാ? ജോമോന്റെ ഫോട്ടോയിൽ നോക്കി വിരലൊന്നിക്കൊണ്ട് അലീന ചോദിച്ചു. ആരെങ്കിലും കേൾക്കുമെന്നറിഞ്ഞ് ചുറ്റും നോക്കിയിട്ട് ഷെറിൻ പതിയെ പറഞ്ഞു. എന്റെ മോളുടെ പപ്പയാ. അതെങ്ങനെ സംഭവിച്ചു? അതൊരു കഥയാ. ഇപ്പൊ പറഞ്ഞ ആരെങ്കിലും കേൾക്കും. ഇവിടെ ആർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ? അലീന അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാണ്. എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ? ഷെറിൻ സംശയത്തോടെ ചോദിച്ചു. നമുക്ക് മോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോഴേക്കും ദിയാമോളും ജോൺ ബോളും ഒക്കെ കൂടി വാതിൽ വന്ന് അലീനെ വിളിക്കാൻ തുടങ്ങി. കുട്ടികൾ ഒരിക്കലും ഷെറിന്റെ റൂമിലേക്ക് കടന്നു വരാറില്ല. അവർക്ക് ഷെറിനെ പേടിയാണ്. കണ്ണുരുട്ടി കാണിച്ചും കൈനഖങ്ങൾ നാക്കും പുറത്തേക്ക് തുറച്ചു കാണിച്ചും അവൾ മുമ്പ് അവരെ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് കുറെ കഴിഞ്ഞു വരാം. ഇത് സൂക്ഷിച്ചു വെച്ചോ. അലീന ആൽബം അവൾക്ക് തിരിച്ചു നൽകിയിട്ട് എഴുന്നേറ്റ് പോന്നു. വൈകുന്നേരം 4 മണിയോടെ ഔസേപ്പച്ചനും മത്സമയും സാദരയും ജോസൂട്ടിയും മിലനും എത്തിച്ചേർന്നു. ആൽബർട്ടും ഭാര്യയും റോണിയും ശോഭയും കൂടി വന്നു ചേർന്നതോടെ തറവാട്ടിൽ ഒരു ഉത്സവ പ്രതീതിയായി. നിങ്ങളെന്താ പെസഹ വ്യാഴാഴ്ച വരാതിരുന്നത്? എങ്കിൽ എല്ലാവർക്കും കൂടി ഇവിടെ പെസഹ ആഘോഷിക്കായിരുന്നല്ലോ. ആൻസി അലീനോട് ചോദിക്കുകയാണ്. പപ്പ സമ്മതം മൂളി വന്നപ്പോഴേക്കും ശനിയാഴ്ചയായല്ലേ വല്യപ്പച്ച? അലീന ചിരിയോടെ അവധക്കുട്ടിയോട് ചോദിക്കുകയാണ്. എന്നാൽ അവൻ സമ്മതിച്ചല്ലോ, അതുതന്നെ വലിയ കാര്യം. അങ്ങനെ പിറ്റേന്ന് ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു കേട്ടോ. രാത്രി തന്നെ എല്ലാവരും പള്ളിയിൽ പോയി വന്നു. സ്ത്രീകൾ അടുക്കളയിൽ ഒത്തുകൂടി സദ്യവട്ടങ്ങൾ ഒരുക്കി. കുട്ടികൾ നാനാതരം കളികളുമായി വീട്ടിലും പരിസരത്തും ബഹളം വെച്ച് നടന്നു. അലീന 2 ടീമിലേക്ക് മാറി ഓടിക്കൊണ്ടിരുന്നു. സ്റ്റാൻലിയും ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും ഉച്ച മുതൽ ആരംഭിച്ചു വന്ന മദ്യവിരുന്ന് രാത്രി 11 വരെ നീണ്ടു നിന്നു. സ്റ്റാൻലി കാറിന് ഡെക്കിയിലിട്ട് കൊണ്ടുവന്ന മുന്തിരം മദ്യം എത്ര കഴിച്ചിട്ടും ആൽബർട്ടിനും ഔസേവും റോബർട്ടിനൊന്നും വേണ്ടത്ര മിനുങ്ങിയില്ല എന്നൊരു ഖേദം ബാക്കി നിന്നു. അവർ കരുതി വെച്ച നാടൻ ബ്രാൻഡ് കൂടി ചെന്നപ്പോഴേ ശരിയേക്കും ഒരോളം കിട്ടിയുള്ളൂ.
നേരം പാതിര കഴിഞ്ഞപ്പോഴാണ് വീടിനുള്ളിൽ ഉല്ലാസവും ബഹളമൊക്കെ കെട്ടടങ്ങിയത് കേട്ടോ. തിങ്കളാഴ്ച സ്റ്റാൻലിയും അലീനയും തിരിച്ചു പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര സങ്കടമായി. പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവർ സമ്മർ വെക്കേഷന്റെ മൂഡിലായിരുന്നു. മുതിർന്നവരെല്ലാം തിരിച്ചു പോവുക, കുട്ടികളൊരാഴ്ച തറവാട് നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം ഉണ്ടായി. സ്റ്റാൻലി പക്ഷേ അലീനയെ തറവാട് നിർത്തിയിട്ട് തനിയെ തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ഒരാഴ്ച കൂടി ഒന്നിച്ച് താമസിച്ചിട്ട് ഒടുക്കം ബോറടിക്കുന്നതിന് നല്ലത് ഇങ്ങനെ മാസത്തിലൊരിക്കലോ മറ്റോ ഒത്തുകൂടുന്നതാണെന്ന് റോബർട്ടും അഭിപ്രായപ്പെട്ടു. ഉച്ചയ്ക്ക് മുമ്പേ പുറപ്പെടാനിരുന്ന യാത്ര വൈകുന്നേരത്തേക്കായി മാറ്റിയത് അലീനയുടെ അപേക്ഷ പ്രകാരമായിരുന്നു. ഇടയ്ക്ക് അലീന സ്റ്റാൻലിയെ സമീപിച്ചിട്ട് ഇത്തവണ റാണിയാണ്ടിയെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുപോകാം എന്ന് ചോദിക്കാണ്. സ്റ്റാൻലി പതിവ് പോലെ ഞൊടിയിടിൽ എന്ന് നിരസിക്കുകയും ചെയ്തിട്ടോ. വേണ്ട, അതിനൊന്നും ആവശ്യമില്ല പാപ്പ, ആന്റി ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു കൂട്ടാവുമല്ലോ. അവിടെ നിനക്ക് കൂട്ടണതിനാ കുറവ്. ഞാനില്ലേ, അപ്പച്ചനില്ലേ, നിന്നോട് ഇഷ്ടമുള്ള പ്രാവുകളും നായ്ക്കളും ഒക്കെ ഇല്ലേ. നിനക്ക് എവിടെയാണ് കൂട്ടുകൂടാൻ സമയമൊക്കെ ഞാനുണ്ടാക്കിക്കോളാം. അലീന പറയുന്നത് കേക്ക്. അവളൊരു മനോരോഗിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വയലന്റ് ആവും. കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുകയോ വേണ്ടിവരും. എനിക്കതിനൊന്നും സമയമില്ല. നിനക്ക് ഈ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുക്കാൻ സാധിക്കോ? പപ്പ സഹായിച്ചില്ലെങ്കിലും വല്യപ്പച്ചനുണ്ടല്ലോ. അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പച്ചൻ കുളത്തൂപ്പുള്ളിൽ വന്ന് താമസിക്കുക. അത്രയ്ക്കുണ്ട് അപ്പച്ചന്റെ ചുമതലാബോധം. പപ്പയ്ക്ക് റാണിയാന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഷെറിനെ റാണി എന്നാണ് കേട്ടോ എല്ലാവരും വിളിക്കുക. എനിക്ക് എന്ത് ഉത്തരവാദിത്തം? ഞാനല്ല ഇതൊന്നും വരുത്തി വെച്ചത്. അപ്പച്ചനും എൻ്റെ അനുജന്മാരെ കൂടി ചേർന്നാണ്. പിന്നെ അവളുടെ കയ്യിലിരിപ്പ്. മാനസിക രോഗം ആരെങ്കിലും വരുത്തി വെക്കുന്നതാണോ പപ്പ? ഓരോരോ വിഷമങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സിന് സമനില തെറ്റുന്നതല്ലേ? അലീന, നീ ആവശ്യമില്ലാതെ എന്നോട് തർക്കിക്കരുത്. ഇത് നമ്മുടെ പ്രശ്നമല്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. അവളെ സംബന്ധിച്ച ഒരു കാര്യം ഞാൻ അപ്പച്ചനോടോ എൻ്റെ അനുജന്മാരോടോ ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ല. അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി കല്യാണം കൂടി അവിടെ തീർന്നു. പപ്പ അങ്ങനെ കൈകഴുകി ഒറിഞ്ഞു മാറരുത്. ഒരാങ്ങളയ്ക്ക് അനുജത്തിയുടെ മേലുള്ള ഉത്തരവാദിത്തം ആരെങ്കിലും ഏൽപ്പിച്ചു തരേണ്ടതാണോ? അല്ല, അത് ജന്മന തന്നെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൂടപ്പിറപ്പുകൾ എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? പപ്പയുടെ അനുജത്തിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നെന്ന് ആരും അറിയിച്ചില്ലെങ്കിലും പപ്പ തിരക്കണമായിരുന്നു. പപ്പയ്ക്ക് റാണിയാബാൻഡിയെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ആ തെറ്റ് പപ്പയുടെ തന്നെയാണ്. സ്റ്റാലിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. മകൾ മർമ്മത്ത് തന്നെയാണ് ഊന്നിയിരിക്കുന്നത്. ഒടുവിൽ അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് സമയമില്ല. അങ്ങനെ ആരുടെയും കാര്യങ്ങൾ ഒരു ശ്രദ്ധയുമില്ലാതെ പപ്പ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ലേ? മനസ്സ് വച്ചാ എന്താ നടക്കാത്തത്? ഇതിപ്പോ അപ്പച്ചനോ ഔസേപ്പച്ചനോ ആൽബർട്ടോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിപ്പിക്കണം. പപ്പയല്ലേ മക്കളിൽ മൂത്തയാൾ. എൻ്റെ അനുജത്തി എൻ്റെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കട്ടെ എന്ന് പപ്പ പറഞ്ഞ ആര് തടയും? അലീനയുടെ പ്രശ്നങ്ങളൊക്കെ അവർക്കേ അറിയൂ. നമ്മളത് തലയിടാതിരിക്കുന്ന ബുദ്ധി. അതിന്റെ പേര് ബുദ്ധി നല്ല പപ്പ, മനഃപൂർവ്വമുള്ള വെച്ചൊഴിയൽ. റാണിയാനിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാമല്ലോ. എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളുമായി ഇഷ്ടത്തിലായി. ആ ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. അന്ന് ഗർഭിണിയായിരുന്ന ആന്റി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുട്ടിയെ ഓർഫനേജിലാക്കിയിട്ട് എല്ലാവരും കൂടി ആഘോഷമായി റാണിയാന്റെ വിവാഹം നടത്തി. റാണിയാന്റിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു. റാണിയാന്റിക്കിപ്പോ ഭർത്താവുമില്ല, കുട്ടിയില്ല. ഇതല്ലേ പ്രശ്നം? സ്റ്റാൻലി ഞെട്ടിലോടെ കേട്ടു നിൽക്കുകയാണ്. ഇതെല്ലാം തന്റെ മകൾ എവിടുന്ന് മനസ്സിലാക്കി? ആരാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്? എന്തൊക്കെയോ ചില അഭിമുഖങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ തനിക്ക് പോലും ഇത്രയൊന്നും അറിയില്ലായിരുന്നല്ലോ. ഷെറിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പച്ചൻ പോലും തന്നെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല. തറവാട്ടിൽ എന്നും അനഭിമാതനായിരുന്നു താനെന്ന് സ്റ്റാൻലി ഓർത്തു. അപ്പച്ചനും മറ്റു മക്കളും ചേർന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കും, നടപ്പാക്കും. പലതും ഞാൻ അറിയുക പോലും ഇല്ല. ചിലപ്പോൾ ഭംഗിക്ക് വേണ്ടി എന്തെങ്കിലും സൂചന തന്നെങ്കിലായി. അലീന പറഞ്ഞതിന് സത്യം തന്നെയാണോ പപ്പ? അലീന യാജിനോട് ചോദിക്കാണ്. സ്വന്തം മോളെപ്പെട്ട് നഷ്ടപ്പെട്ട ഒരമ്മയത്. തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുപോലെ അറിയാത്തൊരമ്മ. എനിക്ക് റാണിയാണ്ടിയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം. ഉറക്ക ഗുളികളിലും ജയിലറുകളിൽ അടച്ചിട്ട പോലെ ജീവിതം ഇല്ലാതെ തന്നെ റാണിയാണ്ടിയുടെ മനസ്സ് തണുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ പപ്പ നല്ലത്? സ്റ്റാൻലി ഒരു പതർച്ചയോടെ ചുറ്റും നോക്കി. തങ്ങളുടെ സംസാരം ആരെങ്കിലും കേട്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അത്രയും പറഞ്ഞ് സ്റ്റാൻലി മുറിക്ക് പുറത്തു പോയി. അലീനയ്ക്ക് ആശ്വാസമായി. പപ്പ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്മതിച്ചു എന്ന് തന്നെയാണെന്ന് ഇപ്പോൾ അവൾക്കറിയാം. ഉച്ചയൂടെല്ലാം കഴിഞ്ഞ് സ്റ്റാൻലി വീണ്ടും അലീനയുടെ അടുത്ത് വന്നു. അവളെ കൊണ്ടുപോകണോ നമ്മുടെ കൂടെ? നമ്മളുടെ പ്രൈവസി, പിന്നെ നിന്റെ ശ്രദ്ധ എല്ലാം പോകും. പപ്പയുടെ ഇഷ്ടം പോലെ ചെയ്തോ. എന്നെ ഓർത്ത് റാണിയാന്റിയെ വിളിച്ചുകൊണ്ട് പോകണ്ട.
പപ്പയ്ക്ക് റാണിയാൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം മതി. സ്റ്റാൻലി വിഷമത്തിലായി. അയാൾ അവധക്കുട്ടിച്ചാരുടെ അഭിപ്രായം ആരാഞ്ഞു. അലീനയ്ക്കൊരാഗ്രഹം റാണിമോളെ കൂടി കുളത്തുപുഴയ്ക്ക് കൊണ്ടുപോകണമെന്ന്. കാറിലിരുന്നപ്പോൾ അവൾ എന്നോടും പറഞ്ഞിരുന്നു. കൊണ്ടുപോകുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അത് വേണം ലാലിച്ച. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ കൂടിയെങ്കിലോ? കുറയുമെന്ന അലീന പറയുന്നത്. വേറൊരു കുഴപ്പമുണ്ട്. ഒരിളക്കം വരുമ്പം അവൾ കണ്ണിൽ കാണുന്നതോടൊക്കെ നിലവിളിച്ച് പറയും അവൾക്കൊരു മോളുണ്ടെന്നും അതിനെ ആരെ കൊന്നുകളയുന്നൊക്കെ. ഇവിടെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടും ജോലിക്കാരില്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പം ജോലിക്കാർ തന്നെ എത്ര പേരാ. അലീന നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. ലാലിച്ച ഇളക്കമെന്ന അവൾ പിടിച്ചിട്ട് നിൽക്കുവോ? ഇവിടെ ആൽബിയും റോബിയും അവസരപ്പച്ചനും കൂടി എന്നാ മൽപ്പിടുത്തം പിടിച്ചിട്ടാണെന്ന് അറിയോ അവളെ വണ്ടിയിൽ കയറ്റി ആശ്രയി കൊണ്ടുപോകുന്നേ? അവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും? പൗലോസും രായപ്പരും ബൈജും ഒക്കെ ആരും നിനക്ക് വട്ടുപിടിച്ചൊരു പെങ്ങളുണ്ടെന്ന് അവന്മാരെ കുളത്തുപുഴ മുഴുവൻ പറഞ്ഞു പരത്തും. അങ്ങനൊന്നും സംഭവിക്കില്ലെന്നാ അലീന പറയുന്നത്. അവൾക്ക് എന്തറിയാം? ഇതിനോടകം 2 തവണയല്ലേ അവൾ കണ്ടിട്ടുള്ളൂ. അതും വലിയ കുഴപ്പമില്ലായിരുന്ന നേരത്ത്. നമുക്കൊന്ന് പരീക്ഷിക്കാം. കുറച്ച് ദിവസം നോക്കിയിട്ട് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിടാം. സ്റ്റാലിന് തീരുമാനിച്ചു. ഔസേപ്പിനോടും ആൽബർട്ടിനോടും റോബർട്ടിനോടും പറഞ്ഞപ്പോൾ അവർ വിസമ്മതം പ്രകടിപ്പിച്ചു. വേണ്ട ലാലിച്ച് കഷ്ടപ്പാടാ. അവൾ മരുന്നും മാത്രം നേരവും കാലമൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയൂ. ആൽബർട്ട് പറഞ്ഞു. അലീന നോക്കിക്കൊള്ളൂടാ. ചുമ്മാ കണ്ണും പിടിച്ച് നോക്കിയിരുന്നാ പോരാ. ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് പെടാപ്പാട് ലാലിച്ചിനറിയില്ല. റോബർട്ട് ആൽബർട്ടിനെ പിന്താങ്ങി. എനിക്കും അതൊന്നും അറിയണമല്ലോ. ഞാനും നോക്കട്ടെ. ഒന്നുമില്ലെങ്കിലും അവളുടെ മൂത്ത സഹോദരനിൽ ഞാൻ. ഇതിന്റെ പേരിൽ നിങ്ങൾ വാശിയൊന്നും കാണിക്കണ്ട. നിങ്ങളെപ്പോലെ ഒരു അവകാശം എനിക്കും ഉണ്ടല്ലോ. ഞങ്ങളോട് ചോദിക്കണ്ട, അപ്പച്ചനോട് ചോദിച്ചാൽ മതി. അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ സമ്മതിക്കുകയും ചെയ്തു. അത് കേട്ടതോടെ അനുജന്മാരുടെ 3 മുഖം ഇരുണ്ട് അവർ പരസ്പരം നോക്കിയിട്ടോ. ഒരു ദിവസം കൊണ്ടുണ്ടായ ആഹ്ലാദോല്ലാസവും സഹോദരഭാവവും മങ്ങിയതുപോലായി. റോബർട്ട് ആൻസിയുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു. കൊണ്ടുപോട്ടെന്നേ. പെങ്ങളെ ശുശ്രൂഷിച്ചതിന്റെ സുഖം ചേട്ടനൊന്ന് അറിഞ്ഞിരിക്കട്ടെ. വത്സമ്മ അലീനയോട് അനുകൂലിക്കുന്ന മട്ടിലാണ് ഔസേപ്പച്ചന് സംസാരിച്ചത്. അലീനയല്ലേ കൊണ്ടുപോകുന്നേ. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ? നമ്മൾ എത്ര നാളെ ചികിത്സ തുടങ്ങിയിട്ട് ഇതുവരെ വല്ല ഗുണം ഉണ്ടായോ? എടി, ഇത് പതുക്കെ മാറൂ. അല്ലൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതല്ല വത്സമയ പ്രശ്നം. ലാലിച്ചായനും അലീനയും ഒന്നും അറിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അവൾ പറഞ്ഞെങ്കിലോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്തുകൊണ്ടെന്നെ അറിയിച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. ഇനിയിപ്പം ഉടക്കാനൊന്നും നിൽക്കണ്ട. വരുന്ന പോലെ വരട്ടെ. ഷെറിനെ കുളത്തുപുഴയ്ക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം ഉറച്ചതോടെ അലീന ഷെറിന്റെ മുറിയിലെത്തി. എഴുന്നേറ്റ് വേഗം ഡ്രസ്സ് ചെയ്ത് നമുക്ക് പോകാം, അലീന പറഞ്ഞു. എന്റെ മോളെ കാണാനാ? ഷെറിൻ കൗതുകത്തോടെ ചോദിക്കുകയാണ് കേട്ടോ. അല്ല, കുളത്തുപുഴയ്ക്ക്. അവിടെ നമുക്ക് ഒന്നിച്ച് താമസിക്കാം. ഞാൻ വരുന്നില്ല. വരണം. അവിടെ ചെന്ന് താമസിച്ചുകൊണ്ട് നമുക്ക് ആരുടെയും ശല്യം കൂടാതെ മോളെപ്പറ്റി അന്വേഷിക്കാം. ഇവിടെ ഇരുന്ന് അന്വേഷിച്ചാൽ മതി. ഇവിടെ എപ്പോഴും വാതിൽ അടച്ചിട്ടിരിക്കുകയല്ലേ. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അതേസമയം എൻ്റെ കൂടെ വന്നാലോ? നമുക്ക് പാറി പറന്ന് നടന്ന് എല്ലായിടത്തും നോക്കാം മോളെവിടാന്ന്. അല്ല ചിരിച്ചുകൊണ്ട് പറയാണ്. അവളുണ്ടോ ജീവനോടെ? തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാന്നേ. എന്നെ ആരും ഇവിടുന്ന്. അനുവാദമെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. എഴുന്നേക്ക്. എനിക്ക് കുളിക്കണം. കുളത്തുപുഴ ചെന്നിട്ട് കുളിക്കാം. എനിക്കിപ്പോൾ കുളിക്കണം. ഷെറിൻ കൊഞ്ചിക്കൊണ്ട് പറയാൻ കേട്ടോ. അലീന അനുവദിച്ചു. പക്ഷേ ഷെറിൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരാൻ 1.5 മണിക്കൂറെടുത്തു. വന്നപ്പോഴാകട്ടെ അവളുടെ മൂഡ് മാറിയിരുന്നു. ശരിയില്ല, സംസാരമില്ല, നേരെ നോക്കുന്ന പോലെയില്ല. മുഖത്താകപ്പാടെ ഒരു സങ്കടം. എങ്കിലും അലീന പറഞ്ഞെല്ലാം അവളൊരു സ്വപ്നാടനത്തിലെ എന്ന പോലെ അനുസരിച്ചു. ആൻസി വന്ന് ഷെറിന്റെ മരുന്നുകളെടുത്ത് അലീനെ ഏൽപ്പിച്ചു. അവ കഴിക്കേണ്ട വിധവും പാലിക്കേണ്ട ചിട്ടകളും മനോരോഗത്തിന് വിവിധ പ്രകടനങ്ങൾ പെരുമാറേണ്ട വിധങ്ങളും മറ്റും വിശദീകരിച്ചു കൊടുത്തു. വൈകുന്നേരം 5:30 മണിയോടെ അവർ കുളത്തുപുഴയ്ക്ക് പുറപ്പെടാൻ തയ്യാറായി. അലീന എല്ലാവരോടും യാത്ര പറഞ്ഞു. ശോഭയും റോണിയും ഇന്ന് തിരിച്ചു പോകുന്നില്ല. അവർ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജോസൂട്ടിയും സാദരയും മെലിനും ഇന്നും കൂടി തറവാട്ടിൽ നിന്നിട്ട് നാളെ പോകും. അലീന എല്ലാവരെയും കുളത്തുപുഴയ്ക്ക് ക്ഷണിച്ചു. അവധിക്കാലമല്ലേ, നിങ്ങൾ അങ്ങോട്ട് വാ. നമുക്കവിടെ 10 ദിവസം ആഘോഷിക്കാം. അവിടെ വന്ന പട്ടി കടിക്കും, ജോൺ പറഞ്ഞു. കുളത്തുപുഴയെക്കുറിച്ച് അവൻ അത്ര അറിയോ? അവിടെ ഭീമാകാരന്മാരായ നായ്ക്കളുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അവരെ യാത്രയക്കാൻ എല്ലാവരും സിറ്റൗട്ടിലെത്തിയിരുന്നു. കാർ പുറപ്പെട്ടപ്പോൾ ദിയാമോൾ കൈവീശിക്കൊണ്ട് കുറച്ചു നേരം പുറകെ ഓടി. അലീനയും ഷെറിനും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അലീന ഷെറിന്റെ കൈയെടുത്ത് മഴയിൽ വെച്ച് തലോടിക്കൊണ്ടിരുന്നു. അവർ കുളത്തുപുഴ എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വെറുതെ അലീന ചോദിച്ചു. ഊവെന്ന് ഷെറിൻ തലയാട്ടി. അലീന ഷെറിനെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി നമ്മൾ 2 പേരും ഒരുമിച്ച് ഈ റൂമിലേക്ക് കിടക്കുന്നത്, അവൾ പറഞ്ഞു. എന്റെ മോൾ എവിടെയാ? ഷെറിൻ ചോദിച്ചു. റാണിയാന്റെ മോളെ കണ്ടിട്ട് എത്ര വർഷമായി? ഷെറിൻ വീണങ്ങൾ മടക്കി എണ്ണി. 3. അന്നവക്ക് എത്ര വയസ്സുണ്ട്? 2. ഷെറിൻ പെട്ടെന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ് റാണിയാന്റെ മോളെ അവസാനമായി കണ്ടത്? ഓർഫനേജിൽ. ഏത് ഓർഫനേജിലാണെന്ന് ഓർക്കുന്നുണ്ടോ? അലീന ആകാംക്ഷയോട് ചോദിക്കുകയാണ്. തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എടെ?
അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. ഷെറിൻ അലീനയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലുള്ള തുറന്നു പറയണോ പറയാതിരിക്കണോ എന്നൊരു ആശങ്ക അവളെ അലട്ടുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോ, എങ്കിലല്ലേ എനിക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ശ്രീകാര്യം എന്നൊരു സ്ഥലത്തിനടുത്ത ഓർഫനേജിന്റെ പേര് ലിറ്റിൽ ഫ്ലവർ. ഷെറിൻ അങ്ങനെ നോക്കിയിട്ട് പതിയെ പറഞ്ഞു. അലീനയ്ക്ക് ആ ഓർഫനേജ് എവിടെയാണെന്ന് അറിയാമായിരുന്നു. ശ്രീകാര്യത്തിലല്ല, അത് പോങ്ങുമ്പോടിനടുത്തുള്ള പ്രശാന്ത് നഗറിലല്ലേ. എനിക്ക് സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങോട്ട് കാറിലാ കൊണ്ടുപോകുന്നേ. അതും സന്ധ്യ കഴിഞ്ഞ്. അപ്പച്ചൻ പറയും കണ്ണടച്ചിരുന്നോളാൻ. സ്ഥലവും റോഡും ഒന്നും ഞാൻ തിരിച്ചറിയരുത്. ഷെറിൻ ഓർമ്മലിന്റെ വാക്കുകൾ പരതിക്കൊണ്ടെടുത്ത് പറഞ്ഞു. ഒത്തിരി നിർബന്ധിക്കോടാ കൊണ്ടുപോകുന്നത്. ഞാൻ പട്ടിണി കിടക്കും, സൂയിസൈഡ് ചെയ്യുമെന്ന് പറയും. അന്നേരം ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോകും. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഓർഫനേജ് അത്. കോൺവെന്റിന് മുമ്പിൽ കാർ നിർത്തിയിട്ട് എന്നെ ഇറക്കി നടത്തിക്കൊണ്ടു പോകും. ഒരു മുറ്റവും കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടും കടന്ന് കുറെ പടി കയറി ഒരു കെട്ടിടത്തിന് നീണ്ടു വരാതിൽ ചെല്ലും. 2 നിലയുണ്ട് അതിന്. താഴത്തെ നിലയിൽ സ്കൂളുകൾ പോകുന്ന മുതിർന്ന കുട്ടികളായിരുന്നു. മുകളിലത്തെ നിലയിൽ ആ കൊച്ചു കുഞ്ഞുങ്ങൾ. എനിക്കറിയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്. ബ്രിജിത്താമ്മയുടെ കൂടെ. അലീന പറഞ്ഞു. അന്ന് ഞാനും ഒരു അനാഥയായിരുന്നു. അലീന ഏത് ഓർഫനേജിലായിരുന്നു? കഴക്കൂട്ടത്ത് സ്നേഹനികേതനം. ഞാൻ കേട്ടിട്ടില്ല. നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിയോ? അപ്പോഴാണ് അലീന ഓർത്തത് തന്റെ ജന്മരഹസ്യം അറിയാവുന്നവർ ആരൊക്കെയുണ്ട് കൊട്ടാരമറ്റം തറവാട്ടിൽ. പപ്പയ്ക്കറിയാം, വല്യപ്പച്ചനും അറിയാം. ആദ്യമായി താൻ കൊട്ടാരമറ്റത്തേക്ക് പോയപ്പോൾ വല്യപ്പച്ചൻ പ്രത്യേകം ഉപദേശിച്ചിരുന്നു, നിന്റെ അമ്മയുടെ പേരും വിവരങ്ങളും ഒന്നും ആര് ചോദിച്ചാലും പറയണ്ട. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നോ അവരെ കണ്ടുണ്ടെന്നോ പോലും വിസ്തരിക്കാൻ നിൽക്കണ്ട. പറഞ്ഞാലെന്താ വല്യപ്പച്ച? അതൊക്കെ പിന്നെ നാട് നീളെ അറിയും. ഏഷണി അങ്ങ് പാലാൽ എത്തിച്ചു കൊടുക്കാനും ആളുണ്ടായെന്ന് വരും. ഞാൻ പറഞ്ഞില്ലെങ്കിലും പപ്പ അറിയില്ലേ. ലാലിച്ചനാ പറഞ്ഞത് നിന്നോട് ഇക്കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണമെന്ന്. ഞാൻ എങ്ങനെ കുളത്തപ്പുഴയിൽ വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ എന്ത് പറയും? നീ അഗതി മന്ദിരത്തിലായിരുന്നു. ലാലിച്ചന്റെ മകളാണ് നീ എന്ന് അറിയാവുന്നവർ നിന്നെ ലാലിച്ചനടുത്ത് എത്തിച്ചു. അത്രേ ഉള്ളൂ. പപ്പയുടെ അനുജന്മാർക്ക് അറിയില്ലേ വല്യപ്പച്ച? ലാലിച്ചിന് പണ്ടൊരു പാലക്കാരി പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്നല്ലാതെ അതാരാ എന്താ എന്നൊന്നും അവർക്ക് ഓർമ്മയില്ല. 10-24 കൊല്ലം കഴിഞ്ഞു പോയില്ലേ. കൊട്ടാരമറ്റം തറവാട്ടിൽ പോയപ്പോൾ ആൻസി ആന്റിയും വത്സി ആന്റിയും എല്ലാം പ്രത്യേക താല്പര്യമെടുത്ത് ചോദിക്കുകയുണ്ടായി, തന്റെ അമ്മയാരെന്ന് അറിയുമെന്ന്. അവർ ഇപ്പോൾ എവിടെയുണ്ടെന്നല്ല. വല്യപ്പച്ചൻ നിർദ്ദേശം അനുസരിച്ച് അറിയില്ല എന്നതിന് മറുപടി പറഞ്ഞു. ഇപ്പോൾ ഷെറിൻ ആന്റിയുടെ അടുത്ത ചോദ്യത്തിന് എന്ത് മറുപടി പറഞ്ഞെന്നറിയാതെ അലീന പതറി. അറിയില്ല അല്ലേ? നിമിഷങ്ങൾക്ക് ശേഷം അനകമ്പാർദ്രമായ സ്വരത്തിൽ ഷെറിൻ പറഞ്ഞു. അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ അറിയും അവരുടെ അമ്മയാരാണെന്ന്? പക്ഷെ അവരുടെ അമ്മമാർക്കറിയാം. എല്ലാ അമ്മമാർക്കും അറിയില്ല. അവർ അറിയാതെയും അവരുടെ മക്കൾ അനാഥാലയങ്ങളിൽ വന്ന് ചേരുന്നുണ്ട്. അലീന പറഞ്ഞു. നിന്റെ അമ്മ ആരാണെന്ന് ലാലിച്ചിന് അറിയില്ലേ? അറിയാം. അപ്പച്ചനോ വല്യപ്പച്ചനോ അറിയാം. നീ അങ്ങനോട് ചോദിച്ചില്ലേ? അതിനു മുമ്പേ എനിക്കറിയാമായിരുന്നു എൻ്റെ അമ്മ ആരാണെന്ന്. ഷെറിന്റെ കണ്ണുകൾ അതിശയം വിടർന്നു. ആരാ? ഞാനത് പറയാൻ പാടില്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നീ കണ്ടുണ്ടോ നിന്റെ അമ്മയെ? കണ്ടുണ്ട്. ആ സ്ത്രീ നിന്നെ കണ്ടുണ്ടോ? ഓവ്. എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അത് നിന്റെ അമ്മയല്ല. ഞാൻ എൻ്റെ മോളെ എവിടെ വെച്ച് കാണാൻ തിരിച്ചറിയും, എത്ര കാലം കഴിഞ്ഞാലും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ജനിച്ചപ്പോഴേ ഞാൻ മരിച്ചു. അത്രേ ആ അമ്മയ്ക്ക് അറിയുള്ളൂ. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അവരുടെ മകളാണെന്ന്? അമ്മയ്ക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഷെറാൻ ജനാലയുടെ നേർക്ക് തുറച്ചു നോക്കി. ഇളം നീല നിറമുള്ള ജനാലക വിരികളിൽ ഒരു സിനിമാ സ്ക്രീൻ എന്ന പോലെ അവൾ ചില സംഭവങ്ങൾ കാണുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. ഷെറിൻ നിഷാദാർത്ഥത്തിൽ പതിയെ തലയാട്ടി. എന്നോടും അവർ കള്ളം പറഞ്ഞാണല്ലേ? അവൾ പ്രത്യാശയുടെ അലീനയെ നോക്കി. എന്ത് കള്ളാ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ആരാ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞു. ഓർഫനേജിൽ പോയി അന്വേഷിച്ചില്ലേ? അവിടെ ഇല്ലായിരുന്നു. അവരും പറഞ്ഞു മരിച്ചുപോയി കാണുമെന്ന്. അവിടുന്ന് 6 ദത്തെടുത്ത് കൊണ്ടുപോയി. കുറെ നാൾ കഴിഞ്ഞ് അസുഖം വന്ന് മരിച്ചു. ഷെറിന്റെ മുഖം തന്റെ കുട്ടി മരിച്ചുപോയുടെ അമ്മയെന്ന പോലെ വെളുത്ത് വിളറി. ചുണ്ടുകൾ ഇരുണ്ടു. മുഖം മാത്രമല്ല, അവളുടെ ശരീരം മുറുകയാണെന്ന് തോന്നുകയായിരുന്നു. 2 കൈയും അവൾ മടിൽ ചുരുട്ടിപ്പിടിച്ചു. സത്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം, അലീന സാന്ത്വനം പോലെ പറഞ്ഞു. ഷെറിൻ മിണ്ടാതിരുന്നിട്ടോ. ഇതുവരെ ഉണ്ടായിരുന്ന സമചിത്തയ്ക്ക് മാറ്റം വന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. കുറെ നിമിഷങ്ങൾക്ക് ശേഷം ഷെറിൻ മേലെ മുഖം തിരിച്ച് അലീനെ നോക്കി. എനിക്കൊരു മോളുണ്ടായിരുന്നോ? അലീന അന്താളിച്ചു പോയി. എന്തു പറ്റി? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇല്ലായിരുന്നെന്ന്. ഞാൻ കണ്ടതായിരിക്കും. മരിച്ചു പോകുന്നത് മാത്രം സ്വപ്നത്തിൽ കണ്ടില്ല. അതുകൊണ്ടാ സംശയം. അതുകൂടി കണ്ടിരുന്നെങ്കിൽ ഒരു സ്വപ്നത്തിലെന്ന പോലെ ഷെറിൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും തന്നെത്താൻ ചിരിച്ചു.
അയാൾക്ക് സങ്കടം വന്നിട്ടോ. ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും പിന്നീട് ഇതിനെ നഷ്ടപ്പെട്ടതുമല്ല സത്യമോ മിഥ്യെന്നറിയാതെ മനോരോഗത്തിനപ്പുറത്തും ഇപ്പുറത്തും പിണ്ടലും പോലെ ചഞ്ചാടുന്ന ദുർബല മനസ്സുമായൊരമ്മ. രാത്രി അവധക്കുട്ടിച്ചായൻ അലിയുടെ മുറിയിൽ വന്നു. ഇവളെ നിന്റെ മുറിലാണോ കിടത്തുന്നേ? അയാൾ ചോദിച്ചു. അതെ. ഇത് നിനക്ക് മാത്രമായിട്ട് ലാളിച്ചു നിന്ന മുറിയല്ലേ? അവൾക്ക് ഇതിന് തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കാലോ. ഇന്നിങ്ങി വന്നാലേ ഉള്ളൂ. ഇവിടെ എല്ലാം ഒന്ന് പരിചയമായിട്ട വല്യപ്പച്ച. ഇതൊക്കെ ആദ്യമേ ചെയ്യുന്ന നല്ലത്. പിന്നീട് മാറ്റുമ്പം അതൊക്കെ ഒരു വൈഷമത്തിന് കാരണമാകും. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല അവൾ. ഇവിടെ കിടന്നാൽ എന്താ വല്യപ്പച്ച? നിനക്ക് ചിലപ്പം ഉറങ്ങാൻ പറ്റില്ലെന്ന് വരും. രാത്രിയിലൊക്കെ ഓർക്കപ്പുറത്തണീറ്റ് ലൈറ്റ് കൊണ്ട് മുറി കൂടെ നടക്കും. ചിലപ്പോൾ പാട്ട് പാടും, വർത്താനം പറയും, ചിരിക്കും, കരയും. നീ പേടിക്കാതിരിക്കാൻ വേണ്ടി ഞാനീ പറയുന്നേ. അലെനിക്ക് ലേശം ഉൾഭയം തോന്നി. എന്നും അങ്ങനെയുണ്ടോ? എന്നും ഇല്ല, വല്ലപ്പോഴും. ഉപദ്രവിക്കൊന്നും ഇല്ലല്ലോ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് വെച്ച് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, അവൾ കൊടുക്കുന്ന മുറി പുറമേന്ന് പൂട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ രാത്രി ചിലപ്പം ഇറങ്ങിപ്പോയെന്ന് വരും. അലിനെ ഷെറിനെ നോക്കി. ഇതൊന്നും തന്നെ സംബന്ധിച്ച കാര്യമേ അല്ലെന്ന മട്ടിൽ തല ചൊറിഞ്ഞ് കൈനാളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. സാരല്ലേ വല്യപ്പച്ച, എന്തായാലും എൻ്റെ കൂടെ കിടന്നോട്ടെ. വല്യപ്പച്ചന് അതത്ര തൃപ്തികരമായില്ലെന്ന് അലിനിക്ക് മനസ്സിലായി. നിന്നെ ലാളിച്ച് വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ. അലീന അങ്ങനെ ഷെറിനോട് ഇവിടെ ഇരുന്നോട്ടോ, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അവളൊരു കുട്ടിയെ പോലെ തലയാട്ടി. അങ്ങനെ സ്റ്റാലിയുടെ മുറിലേക്ക് നടക്കുന്നതിനിടയിൽ അവധക്കുട്ടിച്ചായൻ പറഞ്ഞു, അവളെ ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്മളെ നല്ലത്. ചില സമയത്തു പൈത്യം മുളകിയാൽ പിന്നെ നിനക്ക് സ്വൈര്യം കിട്ടത്തില്ല. ഞാൻ നോക്കിക്കോളാം വല്യപ്പച്ച. നീ കണ്ടില്ലാത്തതുകൊണ്ടാ. അതൊരു ബാധ കയറിയ പോലെയാ. അറിയാത്തവർക്ക് കണ്ടാൽ പേടിയാവും. സാരമില്ല, എന്നെ ഉപദ്രവിക്കില്ല. ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എന്നോട് ഇഷ്ടമാണ് ആൻറ്റിക്ക്. അവൾ വല്ലതും പറഞ്ഞു നിന്നോട്? ഒരു മോളുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അതിനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചെന്നും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലെന്നും മരിച്ചു എന്നൊക്കെ ആരൊക്കെയോ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്രേ. എല്ലാം അവളുടെ ഓരോ തോന്നലുകളാ. കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം പൈത്യം തുടങ്ങിയെന്ന്. അതാണ് ലക്ഷണം. അവധക്കുട്ടിച്ചായൻ പറഞ്ഞു. ഒരു മോളുണ്ടായിരുന്നൊക്കെ വെറുതെ പറയുന്നതാണോ വല്യപ്പച്ച? പിന്നല്ലാതെ. ഇനി അഥവാ അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ വല്യപ്പച്ചനെ ഞാൻ എങ്ങനെ കരുതണം? വെറുതെ അന്താളിച്ചു പോയട്ടോ. അവധക്കുട്ടിച്ചായൻ എല്ലാം മറച്ചുപിടിക്കാണ് ഇപ്പോഴും. ചോദ്യം സൗമ്യാണെങ്കിലും അതിലുണ്ടായിരുന്ന മുൾമന അയാളുടെ ഹൃദയത്തിൽ തറച്ചെന്ന് തറച്ചിട്ടോ. സ്റ്റാലിയുടെ റൂമിന് മുമ്പിൽ എത്തിയിരുന്നതിനാൽ അവധക്കുട്ടിച്ചായന് മറുപടി പറയേണ്ടി വന്നില്ല. അതിന് കാത്തു നിൽക്കാതെ അവൾ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് വാതിൽ തുറന്നു. പപ്പ നായ്ക്കളോടൊപ്പം സോഫയിലിരിക്കുന്നത് അലിനെ കണ്ടു. വാ, അയാൾ കയ്യാട്ട് വിളിക്കുന്നുണ്ട്. അലീന അകത്തേക്ക് ചെന്നു. ടീപ്പോയിൽ മദ്യക്കുപ്പി, സോഡ, സിഗരറ്റ്, ഒഴിഞ്ഞ ഗ്ലാസ് എന്നീ പതിവ് സംഗതികളെല്ലാം ഉണ്ട്. ഇരിക്കെ. അയാൾ അല്പം നിരങ്ങി മാറി അവൾക്കിരിക്കാൻ സ്ഥലം കൊടുത്തു. അയാളോട് ചേർന്ന് നിന്ന് ജർമ്മൻ ഷെപ്പേർഡും അല്പം സഹകരിച്ചു. അവൾ ഇരുന്നതും നായ അവളുടെ മടിയിലേക്ക് തല നീട്ടി വെച്ചു കൊടുത്തു. അങ്ങനെ ചെയ്താൽ അവൾ അവന്റെ ചെവിയും തായ്മയും തലളി കൊടുക്കുന്ന അവനറിയാം. അച്ഛനെന്തിനാ നിൽക്കുന്നത്? ഒരു പെഗ് കഴിക്കണോ? സ്റ്റാൻലി ചോദിച്ചു. എനിക്ക് വേണ്ട. എന്നാൽ പോയിക്കിടന്ന് ഉറങ്ങിക്കൂടെ? ഇവളെ തിരിച്ച് മുറിലെത്തിക്കണ്ടേ? പിന്നെ 150 മൈൽ ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന് അവളുടെ ബെഡ്റൂമിലേക്ക്. ഞാനൊരു ടാക്സി പിടിച്ച് കയറ്റി വിട്ടോളാം. വിളിച്ചോണ്ടിരാൻ ഞാൻ വേണമായിരുന്നല്ലോടാ. അവധക്കുട്ടിച്ചാണ് ദേഷ്യം വന്നു. വെറുതെ അല്ലേ പഴഞ്ചൊല്ലില് പാലം കടക്കുവോളം നാരായണ. പിറുവിറുത്തുകൊണ്ട് അവധക്കുട്ടിച്ചായൻ മുറിവിട്ടിറങ്ങി. ആ വാതിലും കൂടി അടച്ചേക്കണം, സ്റ്റാൻലി പറഞ്ഞു. അവധക്കുട്ടിച്ചാൻ വാതിലടച്ചപ്പോ അല്പം ശക്തി കൂടി പോയി. കണ്ടല്ലോ ദേഷ്യം. അപ്പച്ചനവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാ പപ്പ പറഞ്ഞയച്ചത്? മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മനസ്സിലായില്ലേ? പപ്പ ഇന്നിപ്പോ എത്രണ്ണം കഴിച്ചു? 4 പെഗ്. ചുരുട്ടോ 3. ഒരു പെഗിന് എത്ര രൂപയാകും? ഇത്തിരി വില കൂടിയതാണ്. എന്നാലും എത്ര രൂപ വരും? ഒരു 400 രൂപ. ചുരുട്ടിനോ 50 രൂപയ്ക്ക് താഴെ. നാളെ മുതൽ പപ്പ ഇതിലെല്ലാം ഓരോ നിന്ന് കുറച്ചിട്ട് 450 രൂപ എനിക്ക് തരുമോ? എന്തിനാണ്? പാവങ്ങൾക്ക് കൊടുക്കാൻ. നിനക്ക് എത്ര രൂപ വേണം? ഞാൻ തരുമല്ലോ. അങ്ങനെ വേണ്ട. 4 പെഗ് 3 കുറച്ചിട്ട് കിട്ടുന്ന ലാഭം മതി എനിക്ക്. അതൊരു വാശിയല്ലേ? അല്ല പപ്പ, എനിക്ക് വേണ്ടി പപ്പയുടെ ഒരു ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോൾ അത് എനിക്ക് പപ്പയോടുള്ള സ്നേഹം കൂടും. പപ്പ ഒരു പെഗ് കുറച്ച് കഴിക്കുമ്പോൾ പപ്പയുടെ ആയുസ്സും ആരോഗ്യം വർദ്ധിക്കും. പപ്പ വേണ്ടെന്ന് വെക്കുന്ന ആ പെബിന്റെ പൈസ കൊണ്ട് 1 വർഷത്തിനകം വീടില്ലാത്ത 2 കുടുംബത്തിനെങ്കിലും ഓരോ വീടുണ്ടാക്കാം. അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ 2 പെൺകുട്ടികളുടെ കല്യാണം നടത്താം. അതുമല്ലെങ്കിൽ ഫീസും പുസ്തകവും യൂണിഫോമും ഇല്ലാത്ത 20 കുട്ടികൾക്ക് പഠിക്കാം. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല, ലാഭം മാത്രമേ ഉള്ളൂ. പാപ്പയെന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. സ്റ്റാൻലി തെല്ല അമ്പന്ന മട്ടിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാനെപ്പോഴും ഇത്ര വില കൂടിയ മദ്യമൊന്നുമല്ല കഴിക്കാറ്. വില കൂടുതൽ കഴിക്കുമ്പം ആദ്യത്തെ പെഗ് വേണ്ടെന്ന് വെച്ചിട്ട് ആ പൈസ എനിക്ക് തരണം. വില കുറഞ്ഞത് കഴിക്കുമ്പം അവസാനത്തിന് വേണ്ടെന്ന് വെക്കണം. പക്ഷെ ഒരു കാര്യം, എന്നെ പറ്റിക്കരുത്. പപ്പയ്ക്ക് വേണ്ടോളം കഴിച്ചിട്ട് ഒരെണ്ണം കുറച്ചിട്ടുണ്ടെന്ന് പറയരുത്. എനിക്ക് കൃത്യമായ അളവില്ല. രാവിലെ മുതൽ കഴിച്ചു തുടങ്ങും. ഉച്ചയ്ക്ക് മുമ്പ് കഴിക്കും. 5 മണിക്കും 8 മണിക്കും കഴിക്കും. പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ്. കുപ്പികളെല്ലാം സൂക്ഷിക്കുന്ന അലമാരയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചാൽ മതി. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ എടുത്തു തരാം.
അത് മോശമാണ്. നിന്നെക്കൊണ്ടേ മദ്യപിച്ച് കഴിക്കുകയില്ല. അത് ശരിയാവില്ല. പപ്പയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. അവതക്കുട്ടിച്ചാനോട് പോലും പറയണ്ട. ഒരു അസ്വാതന്ത്ര്യം വന്നാൽ ആരെങ്കിലും മതി എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചാൽ എനിക്കൊരു തൃപ്തി വരില്ല. കൂടുതൽ കഴിക്കണം തോന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറി. പക്ഷെ ഇതങ്ങനല്ല. ഇത് മങ്ങണ തന്നെയാ. കേരളിന്റെ വിചാരം ലോകത്ത് ആരെയും പേടിക്കാനില്ലെന്നാ. നിന്നെ വിളിപ്പിച്ചത് മണ്ടത്തരായി പോയോ? സ്റ്റാലിൻ മദ്യക്കുപ്പി എടുത്ത് അടപ്പ് തുറന്നു. പപ്പ ഇങ്ങനെ വിചാരിച്ചാൽ മതി. പപ്പയുടെ മോൾ ഒരു അനാഥാലയത്തിലാണ് ജീവിച്ചത്. സന്മനസ്സുള്ളവര് ദാനമായിട്ട് കൊടുത്ത ഭക്ഷണമാ അവൾ കഴിച്ചത്. ആരൊക്കെ ദാനെന്ന ഉടുപ്പുകളാ അവൾ ഇട്ടത്. ആരോ വാങ്ങെത്തുന്ന പുസ്തകങ്ങളും ബുക്കുകളും വെച്ചാ അവൾ പഠിച്ചത്. ആ കടം വീട്ടണ്ടേ പപ്പ? 1-2 പഗ് ദിവസവും വേണ്ടെന്ന് വെച്ചിട്ട് പപ്പ ആ പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ കുഞ്ഞുനാളെന്ന് പപ്പ എനിക്ക് നല്ലൊരു പുത്തനെടുപ്പ് വാങ്ങിച്ചു തന്ന പോലെ അത്. അലീന പറഞ്ഞിട്ടോ. സ്റ്റാലി ഇടത് കൈയിൽ മദ്യക്കുപ്പയും വലത് കൈയിൽ അതിന്റെ കോറക്കടപ്പുമായി ഇത് കറുത്ത വൃദ്ധമൂടനായി ഇരുന്നിട്ടോ. അലീന ഓർഫനേജിനെ പറ്റി പറയുമ്പോഴെല്ലാം അയാൾ അസ്വസ്ഥനായി തീർന്നു. അവൾ അവിടെ അനുഭവിച്ച യാതനകളെ പറ്റി പറയുമ്പോൾ അയാൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പപ്പ, അതും കൂടി ഒഴിച്ചിട്ട് കിടന്നോ. നാളെ മുതൽ നമുക്ക് തുടങ്ങാം. നാളെ 1-ാമത്തെ ദിവസം. 24 വർഷം മുമ്പ് എന്നെ സ്നേഹഗന്ധത്തിനാക്കിക്കൊണ്ടുവന്ന ദിവസം. ഒരു ചോരക്കുഞ്ഞ്. ഒന്നും ഓർക്കാറായിട്ടില്ല. കരയെ മാത്രം അറിയാം. ഓർഫനേജിലുണ്ടായിരുന്ന ചേച്ചിമാരെ ബ്രിജിത്തമ്മയോ ആരെങ്കിലും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. വിശന്ന് കരഞ്ഞപ്പോൾ മടിയിൽ കിടത്തി കുപ്പിപ്പാൽ തന്നിട്ടുണ്ടാവും. എനിക്ക് തണുക്കാതിരിക്കാൻ ഒരു കുഞ്ഞുരുപ്പ് ഇടുവയ്ക്കുകയും ഒരു ടവൽ കൊണ്ട് പുതപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ആദ്യ ദിവസത്തെ ആ കടം നമുക്ക് നാളെ തീർക്കണം. 2-ാം ദിവസത്തെ കടം മറ്റന്നാൾ. 3-ാം ദിവസത്തെ കടം അങ്ങനെ അങ്ങനെ അങ്ങനെ. അലീന സ്റ്റാലിയുടെ നേർക്ക് കൈഞ്ഞെട്ടി. അവൾക്കൊരു വാഗ്ദാനം കിട്ടണം. സ്റ്റാലി മദ്യക്കുപ്പിയിലേക്കും വലത് കൈയിൽ നിന്ന് കോർക്കിലേക്ക് നോക്കി. അലീനെ ഒന്നുകൂടി നോക്കിയ ശേഷം അയാൾ കോർക്കിട്ട് കുപ്പിയടച്ചു. അനന്തരം അലീനയുടെ നീട്ടിയ കൈത്തലം പിടിച്ചമർത്തി. ശരി, അയാൾക്ക് തലകുലുക്കി. പപ്പയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ? അലീന നിറഞ്ഞ മിഴികളോടെ അയാളെ നോക്കുകയാണ്. അയാൾ അവളുടെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. അലീന പപ്പയുടെ തോളത്തേക്ക് തലയേർത്ത് വെച്ച് പതിയെ കണ്ണെന്ന് തുടച്ചു. നിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ? സ്റ്റാലി ചോദിച്ചു. പപ്പ പറഞ്ഞില്ലല്ലോ. ഷെറിനെ പറ്റി ആരാ നിന്നോട് പറഞ്ഞത്? അപ്പച്ചനാണോ? വല്യപ്പച്ചൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പൊന്നിലൂർന്ന് കിട്ടിയ വിവരങ്ങളാണോ? അല്ല പപ്പ. ഷെറുന്നുണ്ടെന്നെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ചപ്പോൾ ഒരു മോളുണ്ടെന്ന് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. പപ്പയ്ക്കറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം. ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നിട്ടാ ജീവിച്ചു പോന്നത്. അപ്പച്ചൻ ആണ്ടിലൊരിക്കലും മറ്റോ വന്നു പോകും. ഞാൻ തറവാട്ടിലേക്ക് പോകാറേ ഇല്ല. അവിടുത്തെ വിവരങ്ങളൊന്നും എന്നെ ആരും അറിയിക്കാറുമില്ല. കല്യാണമോ വർണ്ണമോ ഉണ്ടായി മാത്രം ഒന്ന് പോകും. ഷെറിന്റെ കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾക്കെന്തോ മാനസിക രോഗം ഉണ്ടായെന്നും ഹസ്ബൻഡ് ഉപേക്ഷിച്ചെന്നും മാത്രം അറിയാം. എന്നെ പങ്കെടുപ്പിക്കാത്ത വിഷയങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. കല്യാണത്തിന് മുമ്പ് റാണിയാൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു വരാൻ പപ്പ അറിഞ്ഞിട്ടേ ഇല്ലേ? അതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നോ അതിലെന്തോ കുഴപ്പങ്ങളുണ്ടായിരുന്നൊക്കെ പിന്നീട് ആരൊക്കെയോ പറഞ്ഞു കേട്ടു. എന്നെ അറിയിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നിരിക്കും. അറിയാൻ പപ്പയ്ക്കും ആഗ്രഹമില്ലായിരുന്നു. എന്നോ ഒരിക്കൽ ഷീബിൻ കൺവീൻസിങ് എന്നൊരു ബാഡ് ന്യൂസ് കേട്ടിരുന്നു. അതായിരുന്നു കുഴപ്പമെന്ന് തോന്നുന്നു. റാണിയാൻ്റെ എറണാകുളത്ത് പഠിച്ചിരുന്ന കാലത്ത് അവിടെ പാലവട്ടത്തിനടുത്ത് താമസിച്ചിരുന്ന ജിജോ എന്നൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ജിജോയുടെ പപ്പയും ഒരു എക്സ് മിലിറ്ററിക്കാരനാ. പേര് മാമച്ചൻ. മമ്മിയുടെ പേര് ഗ്രേസമ്മ. വീട്ടിലേക്ക് അറിഞ്ഞുകൊണ്ടുള്ള ഇഷ്ടമായിരുന്നു. കല്യാണം ആലോചിക്കുന്നതിനിടയിൽ ജിജോ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയി. ആ സമയം റാണിയാൻ്റെ ഗർഭിണിയായിരുന്നു. കുറെ താമസിച്ചാണ് പോലുള്ളൊരു വീട്ടിൽ ഈ വിവരം അറിഞ്ഞത്. എന്തായാലും റാണിയാണ്ടി ആ കുഞ്ഞിനെ പ്രസവിച്ചു. തിരുവനന്തപുരത്തെ ഒരു അഗതി മന്ദിരത്തിന് കുഞ്ഞിനെ സംഭാവന ചെയ്തിട്ട് വല്യപ്പച്ചനും കൂട്ടരും കുടുംബത്തിന് മാൻ രക്ഷിച്ചു എന്ന് വേണമല്ലോ കരുതാൻ. പക്ഷെ റാണിയാൻ്റെ കുട്ടിയെ കാണണമെന്ന് വാശി പിടിച്ചു. നിവൃത്തിയില്ലാതെ തറവാട്ടിലുണ്ടായിരുന്നവര് ഇടയ്ക്കിടയ്ക്ക് റാണിയാൻ്റിയെ തിരുവനന്തപുരത്തെ ഓർഫനേജിൽ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. സ്റ്റാൻലി ആശ്ചര്യത്തോടെ അല്ല നോക്കിയിരിക്കുകയാണ്. അയാൾ ഇതേപ്പറ്റിയൊന്നും മുമ്പ് കേട്ടുകൂടിയില്ല. അലീന തുടർന്ന് പറഞ്ഞു. കുഞ്ഞിന് 2 വയസ്സായപ്പോഴേക്കും വീട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ച് റാണിയാൻ്റെ കല്യാണം നടത്തി. അതെനിക്കറിയാം. ടോണി എന്ന പേരിലൊരു ഗൾഫുകാരൻ, മൂവാറ്റുപുഴ സ്വദേശി, കല്യാണം കഴിഞ്ഞ് അയാളവിടെ ഗൾഫിലേക്ക് കൊണ്ടുപോയെന്നും അറിയാം. സ്റ്റാൻലി പറഞ്ഞു. 1.5 വർഷത്തിന് ശേഷം റാണിയാന് ഗൾഫിൽ നിന്നപ്പോൾ തിരുവനന്തപുരത്ത് ഓർഫനേജിൽ ചെന്നു കുഞ്ഞിനെ കാണാൻ. പക്ഷേ കുഞ്ഞ് അവിടെ ഇല്ല. എന്തോ അതിനെ ആറ് ദത്തെടുത്തുകൊണ്ട് പോയെന്നും പിന്നീട് ആ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ ആയിരുന്നു റാണിയാൻ്റിക്ക് കിട്ടിയ വിവരം. റാണിയാൻ്റി അത് വിശ്വസിച്ചില്ല. തിരിച്ച് ഗൾഫിൽ ചെന്ന ശേഷം റാണിയാനിക്ക് മോളെപ്പറ്റിയോ അത് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തീർച്ചയില്ല. കൊന്നതാണോ ആർക്കെങ്കിലും വിറ്റതാണോ എന്നും അറിയില്ല. ഒരമ്മയ്ക്ക് താങ്ങാൻ പറ്റുമോ? എന്തായാലും റാണിയാനിയുടെ ഭർത്താവ് മാനസിക രോഗിയായ ഭാര്യയും കൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. കൊട്ടാരമറ്റം നിറവാളിൽ ചെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുണ്ടായ സത്യമാണെന്നോ വീട്ടിലുള്ളവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാ റാണിയാനി ഉപേക്ഷിക്കപ്പെട്ടത്. അലിനെ പറഞ്ഞു നിർത്തി.
സ്റ്റാൻലി അവിശ്വസനീയോട് തലയാട്ടി. കുറച്ചു നേരം അനങ്ങാതിരുന്നു. താടി ഒഴിഞ്ഞുകൊണ്ട് ജനലയ്ക്ക് നേർക്ക് നോക്കി. പിന്നെ കുപ്പിയെടുത്ത് കോർക്ക് തുറന്നു. ഗ്ലാസ് ഒഴിക്കാൻ ഭാവിച്ചിട്ട് പുനരാലോചന അത് വേണ്ടെന്ന് വെച്ച് കോർക്കിട്ട് കുപ്പി അടച്ചു. ഇതെല്ലാം സത്യമാണോ? അയാൾക്ക് വിശ്വാസകര ചോദിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിയില്ല, അത് ഇതിനേക്കാൾ ഭയങ്കരമായിരിക്കും. സ്റ്റാൻലി ദീർഘമായി നിശ്വസിച്ചു. അപ്പച്ച പണ്ട് മുതലേ അന്തസ്സിന്റെ ആളാ. തറവാടിന്റെ അന്തസ് നോക്കി എന്തും ചെയ്യൂ. ഔസേപ്പച്ചനും ആൽബർട്ടുമാണെങ്കിൽ അതിന്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരാണ്. ഈ അന്തസ് എന്താ അപ്പച്ച? അത് പപ്പ, അതെവിടെയായിരിക്കുന്നത്? മോള് പിടിപ്പിച്ച ബംഗ്ലാവിലും വില കൂടിയ കാറിലും മുള്ളുവേലി കെട്ടിയിട്ട അതിട്ട് എസ്റ്റേറ്റിലാണോ? വലിയ ഇരുമ്പ് ഗേറ്റിൽ എഴുതി വെച്ച കൊട്ടാരമറ്റം എന്ന വീട്ടിലെ പേരിലാണോ? ആ അന്തസ് എത്ര കാലം നിലനിൽക്കും? ബംഗ്ലാവ് ആരെങ്കിലും ഇടിച്ചു കളഞ്ഞ് പുതിയത് പണിയും, കഷ്ണങ്ങളായി പങ്കിട്ടു പോകും. 200 കൊല്ലം മുമ്പ് കൊട്ടരമറ്റം തറവാട്ടിൽ ആരൊക്കെ ജീവിച്ചിരുന്നത് പപ്പയ്ക്ക് അറിയോ? ഒരു 500 കൊല്ലത്തിനപ്പുറം കൊട്ടരമറ്റം എന്നൊരു തറവാട്ട് പേര് ശേഷിക്കുമെന്ന് പപ്പയ്ക്ക് ഉറപ്പുണ്ടോ? ഇത് അന്തസ്സല്ല, അഹങ്കാരാണ്. ശരിക്കുമുള്ള അന്തസ് അവനവന്റെ ഹൃദയത്തിലാ വേണ്ടത്. അത് വിശക്കുന്നവൻ ആഹാരം കൊടുക്കും, രോഗിയെ ശുശ്രൂഷിക്കും, വസ്ത്രമുള്ളത് വസ്ത്രം നൽകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം. അയൽക്കാരൊക്കെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും അപവാദം പറയിക്കാൻ നോക്കണ്ടേ? സ്റ്റാൻലി തർക്കിച്ചു. ആര് നോക്കണം? അപവാദം പറയാൻ നോക്കേണ്ടത് അയൽക്കാരും നാട്ടുകാരുമാണ്, നമ്മളല്ല. നമ്മുടെ ജോലി എന്താ? അന്തസ്സായിട്ട് പെരുമാറുക. ഞാൻ പപ്പയുടെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ പപ്പ അയൽക്കാരും നാട്ടുകാരും നോക്കിയോ? ഇല്ല. അന്തസ്സായിട്ട് എന്റെ സ്വന്തം മോളെ സ്വീകരിക്കും അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും എന്തൊരു സന്തോഷമാണ്. അയൽക്കാരും നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. റിട്ടയർഡ് കേരള സ്റ്റാൻലി ജോസഫ് നമ്മളാരും വിചാരിച്ച പോലല്ല. കക്ഷിക്ക് രഹസ്യപുത്രിയൊക്കെ ഉണ്ടെന്ന് അവര് പറയട്ടെ, നമുക്കെന്താ? നമ്മൾ നമ്മുടെ മനസാക്ഷി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷെ അവിവാഹിതയായ ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത് അന്തസ്സാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല. എന്റെ അമ്മ പ്രസവിച്ചില്ലേ കല്യാണത്തിന് മുമ്പേ? പപ്പയ്ക്കും അതിലൊരു പങ്കില്ലേ? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കരുതായിരുന്നോ? ഞാൻ ജീവിച്ചത് തെറ്റായി പോയോ? സ്റ്റാൻലി പകച്ചു പോയിട്ടോ. അതിന് സ്റ്റാൻലിക്ക് ഉത്തരവില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാ ജിജോയും പപ്പയുടെ അനുജത്തിയും. ദുർവിധി കൊണ്ട് ആ ചെറുപ്പക്കാരെ മരിച്ചുപോയി. ജീവനെ പോലെ സ്നേഹിച്ചയാളുടെ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാതെ അതിനെ പ്രസവിച്ചു വളർത്തണമെന്ന് റാണിയാണ് തീരുമാനിച്ചെങ്കിൽ അതല്ലേ ശരിക്കും അന്തസ്? അതിനു പകരം ആ പാവത്തിനെ ഭീഷണിപ്പെടുത്തി വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഒടുക്കം എവിടെയോ കൊണ്ടുപോയി രഹസ്യപ്രസവം നടത്തി. കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ചു. ഒരു ചെറുപ്പക്കാരനെ ചതിച്ച് മക്കളെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഓർഫനേജ് ഉണ്ടെന്ന് കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തു. മകൾ കുഞ്ഞിനെ കാണാതെ മനം നൊന്തു. രോഗിയായി. ഭർത്താവാൽ ഉപേക്ഷിക്കപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു. ഇങ്ങനെയാണോ കൊട്ടാരം മറ്റും തറവാട്ടുകാർ അവരുടെ അന്തസ് നിലനിർത്തുന്നത്? പറഞ്ഞു തീരുമ്പോഴേക്കും അലീന കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആവേശം അല്പം കൂടിപ്പോയി ഞങ്ങൾക്ക് തോന്നി. സ്റ്റാൻലി ആശ്ചര്യത്തോടെ മകളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്ക് മന്ദമായി തലയാട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീനയ്ക്ക് അല്പം ആത്മനന്ദ തോന്നി. താൻ അധികപ്രസംഗമാണോ പറഞ്ഞത്? ഓക്കെ. സ്റ്റാൻലി ഒന്നുകൂടി തലകുലുക്കി. സോറി പപ്പ, ഞാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞു. വേണ്ടായിരുന്നു, സോറി. ഇനിയും പറഞ്ഞോ, ഞാൻ കേൾക്കാം. പപ്പ എന്നെ സഹായിക്കോ? എന്ത് സഹായം? റാണേലിന്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് വീണ്ടെടുത്ത് കൊടുക്കണം. അതിനെപ്പോഴും സഹായം വേണം. സ്റ്റാൻലി മറുപടിക്കായി അവൾ അല്പനേരം കാത്തു നിന്നു. അതോ എന്നെപ്പോലെ ആ കുഞ്ഞും 23-30 വർഷം അനാഥാലയത്തിൽ ജീവിക്കണോ? റാണി ആന്റി എന്ന് മോളെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ മനോരോഗിയായിട്ട് കഴിഞ്ഞുകൂടണോ? സ്റ്റാൻലിയുടെ മനസ്സിൽ പൊടുന്നനെ ആ ചിത്രം തെളിഞ്ഞു. ഏതോ അഗതി മന്ദിരത്തിന് വരാന്തയുടെ തൂണും ചാരി വിദൂരിലേക്ക് നോക്കി നിൽക്കുന്ന ബാലിക. ഞാൻ സഹായിക്കാം. അലിയുടെ മുഖത്ത് ഒരു ചിരി വിടരുന്നത് അയാൾ കണ്ടു. അവൾ അയാളുടെ കഴുത്തിലും പിടിച്ചുയർത്തി കൈവളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റു. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. അലീന തന്റെ മുറിയിലെത്തിയപ്പോഴേക്കും വാതിലകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. അവൾ വാതിൽ തട്ടി. കുറെ തട്ടിയിട്ടും വാതിൽ തുറക്കുന്ന ലക്ഷണമില്ല. അലീന ഷെറിനെ തെല്ലൊക്കെ ഉറക്കെ വിളിച്ചിട്ട് വാതിലടിച്ചു. ശബ്ദം കേട്ട് അവധക്കുട്ടിച്ചായ വന്നു. ദേ വാതിലടിച്ച് കുറ്റിയിട്ടിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. അലീന പരിഭ്രമത്തോടെ പറയാണ്. അവധക്കുട്ടിച്ചാൻ പുറത്തു ജനലോട് നോക്കിയപ്പോൾ ജനൽ അടച്ചു കൊളുത്തിട്ട് കർട്ടൻ വലിച്ചിട്ടിരിക്കുന്നതിനാൽ അകത്ത് കാഴ്ചയൊന്നും കാണാൻ വയ്യ. അവധക്കുട്ടിച്ചാൻ വന്ന് മുട്ടി വിളിച്ചെങ്കിലും വാതിൽ തുറക്കുന്നില്ല. അലീന സ്റ്റാൻലിയെ വിളിക്കാൻ ഓടിയിട്ടോ. ഇടനാളിലൂടെ അലീനയോടൊപ്പം നടക്കുമ്പോൾ സ്റ്റാൻലി പിറുപിറുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, പൊന്നിലൂർ കിടന്ന കുരിശ് നീ എടുത്ത് ഇങ്ങോട്ട് ചുമക്കണ്ടായിരുന്നെന്ന്. പപ്പ അങ്ങനെ ഒരിക്കലും പറയില്ലേ. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അച്ഛൻ ഇവിടെ വന്ന് പപ്പയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെയും പപ്പ എവിടെയോ കിടന്ന കുരിശായിട്ടാണോ കണ്ടത്? ആയിരിക്കുമല്ലേ? സ്റ്റാൻലിക്ക് വാക്കുമുട്ടിപ്പോയി. സത്യം അതായിരുന്നല്ലോ. അയാൾ ഓർത്തു. കുറച്ച് പണം കൊടുത്താൽ മറ്റും ഒഴിവാക്കാനുള്ള ആഗ്രഹം ബാലചന്ദ്രമേനന്റെ മുൻപിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്റ്റാൻലി ചെന്ന് വാതിൽ മുട്ടി വിളിച്ചു. കുറച്ച് ശക്തി ഇടിച്ചിട്ടും അകത്തുനിന്ന് ചലനമൊന്നും ഉണ്ടായില്ല. സ്റ്റാൻലി ഒരു ഉഗ്രശാസന പുറപ്പെടുവിച്ച് നോക്കി. അതിലും ഭയമുണ്ടായില്ല. എന്തെങ്കിലും കുഴപ്പമാണോ വല്യപ്പച്ച? പൊന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നോ? അലീന പരഭ്രമത്തോടെ ചോദിക്കും.
ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു, പിന്നെ ഞങ്ങൾ അകത്തെ പൂട്ട് എടുത്തു കളഞ്ഞു. അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാൻലി പുറത്തിറങ്ങി ജനലിൽ ചെന്നു. വിൻഡോ കർട്ടൻ ഉള്ളതിനാൽ അകത്തെ കാഴ്ച നിന്ന് കാണാൻ വയ്യ. ജനല് പൊട്ടിച്ചു നോക്കാം, എന്തെങ്കിലും ഒന്ന് എടുത്തതാ, സ്റ്റാൻലി അലീനോട് പറഞ്ഞു. അവൾ പരിസരത്ത് തിരിഞ്ഞ് ഒരു കരിങ്കൽ കഷ്ണം തപ്പിയെടുത്തു. സ്റ്റാൻലി അതുകൊണ്ട് ജനൽ ചില്ലിടിച്ചു പൊട്ടിച്ചു. കൂർത്തുന്ന ചില്ലുകൾ കല്ലുകൊണ്ട് തന്നെ തട്ടിയിട്ട ശേഷം അകത്തേക്ക് കൈയിട്ട് ജനൽവിരികൾ വകഞ്ഞു മാറ്റി. മുറിയിൽ വെളിച്ചമുണ്ട്. ഷെറിൻ കട്ടലിൽ ചമ്മറം പൊടിഞ്ഞിരിപ്പുണ്ട്. രണ്ടു മണ്ണും അടച്ചു പിടിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി കുറെ നേരം വിളിച്ചു നോക്കി. അവതക്കുട്ടിച്ചായനും അലീനയും വിളിച്ചു. ഷെറിൻ ഇരുന്നിടത്തുനിന്ന് അനഞ്ഞു പോലെയില്ല. സ്റ്റാൻലി ദേഷ്യത്തോടെ ആജ്ഞാപിച്ചിട്ട് ഫലമുണ്ടായില്ല. ഷെറിന് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അലീനയ്ക്ക് ആശ്വാസമായി. അവൾ സ്റ്റാൻലിയും അവതക്കുട്ടിച്ചായനെയും സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ ശ്രമിച്ചു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ സഹോദരിക്കാൻ ചാനൽ ഹൈപ്പും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.